ആരുടെയാന്നൊക്കെയുള്ള വ്യക്തമായ കാര്യം അവരുടെ അയൽവാസികളൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് വായിക്കാം. സത്യമാണ്, സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി ഈ ഒളിച്ചോട്ടം നടന്നിട്ട് എന്നുള്ളതാണ്. അവൾ പന്തളം പൂഴിക്കാട് സ്വദേശിയായ അനൂപ് എന്ന ബസ് ഡ്രൈവർക്കൊപ്പമാണ് പോയത്, ഒളിച്ചോടിയത്. ബസ് ഡ്രൈവർക്ക് പന്തളം സ്വദേശിയായ അനൂപ് എന്ന് പറയുന്ന ബസ് ഡ്രൈവർക്കൊപ്പമാണ് ഒളിച്ചോടിയത്. നൂറിനാട് പോലീസ് സ്റ്റേഷനിൽ 2 പേരെയും വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോൾ അവള് ആ പെങ്കൊച്ചു മേഘ പറഞ്ഞത് അനൂപിന്റെ മറ്റേ അഖിലിന്റെ കൂടെ പോകാൻ താല്പര്യമില്ല, അഖിൽ പരസ്ത്രീ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് തുടർന്ന് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പുള്ളിക്കാരി വേറൊരാളെ പ്രണയിച്ചങ്ങ് ഒളിച്ചോടി എന്നുള്ളത്. ഇപ്പൊ അതാണ് സൂത്രം അല്ലെ. പെട്ടെന്ന് ഒരാളെ വിവാഹം കഴിക്കുന്നു, ഇഷ്ടപ്പെട്ടില്ലേ, ഡിവോഴ്സായിട്ട് മാന്യമായിട്ട് സ്വന്തം വീട്ടിലോട്ട് പോന്നിട്ട് മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് മാന്യമായിട്ട് ആരെങ്കിലും വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ ട്രെൻഡ് അല്ല. ഇഷ്ടമില്ല അപ്പൊ തന്നെ അടുത്ത ആളെ കണ്ടെത്തി ഒളിച്ചോടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ ഒളിച്ചോടിയ ഡ്രൈവർ അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നുമല്ല. ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ മർച്ചന്റ് നേവി 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന പയ്യനാണ്. അഭിനയത്തിനോടുള്ള അഭിനിവേശം കൂടിയിട്ട് അത് ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നാണ്. ഇവർക്ക് യൂട്യൂബ് വരുമാനം, ഇൻസ്റ്റാ വരുമാനം എല്ലാം ആയിട്ട് 2 കൂട്ടർക്കും പ്രൊമോഷനും ഒക്കെ വെച്ച് വളരെയധികം പൈസ ഉണ്ടാക്കുന്നുണ്ട്. ജോലി ഉപേക്ഷിച്ച് വന്നെന്ന് കരുതി അവർക്ക് കുഴപ്പമില്ല. അപ്പൊ 1 വർഷം പോലും ആയിട്ടില്ല, 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. 1 വർഷത്തെ കല്യാണ ആലോചന കൊടുത്തിരിക്കുന്ന ഫോർച്യൂണർ കാറാണ് സമ്മാനം സ്വന്തം ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒളിച്ചോട്ടം നടന്നിട്ട് എന്നുള്ളതാണ്. അവൾ പന്തളം പൂഴിക്കാട് സ്വദേശിയായ അനൂപ് എന്ന ബസ് ഡ്രൈവർക്കൊപ്പമാണ് പോയത്, ഒളിച്ചോടിയത്. ബസ് ഡ്രൈവർക്ക് പന്തളം സ്വദേശിയായ അനൂപ് എന്ന് പറയുന്ന ബസ് ഡ്രൈവർക്കൊപ്പമാണ് ഒളിച്ചോടിയത്. നൂറിനാട് പോലീസ് സ്റ്റേഷനിൽ 2 പേരെയും വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോൾ അവള് ആ പെങ്കൊച്ചു മേഘ പറഞ്ഞത് അനൂപിന്റെ മറ്റേ അഖിലിന്റെ കൂടെ പോകാൻ താല്പര്യമില്ല, അഖിലിന് പരസ്ത്രീ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് തുടർന്ന് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പുള്ളിക്കാരി വേറൊരാളെ പ്രണയിച്ചങ്ങ് ഒളിച്ചോടി എന്നുള്ളത്. ഇപ്പൊ അപ്പോൾ ഈ സംസാരിച്ചത് ഇവരുടെ നെയ്ബർ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആക്ച്വലി ഇപ്പം എല്ലാവരും ഓൾറെഡി ഈ ഒരു സംഭവം കണ്ടു കാണും. ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവരുടെ നെയ്ബർ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് വന്നിങ്ങനെ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കും ഇവിടെ പറയാനുള്ള ഒരു അഭിപ്രായം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഇപ്പൊ നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന പോലെ അല്ലായിരിക്കും. മേ ബി ചിലപ്പോൾ ആ പെൺകുട്ടി പറയുന്നത് പോലെ ആ പുള്ളിക്ക് വേറൊരാളുമായിട്ട് റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും ഇവർ തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. ദാറ്റ്സ് ഫൈൻ. പക്ഷെ മാന്യമായിട്ട് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് നമുക്കുണ്ട്. ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് പിന്നെ വേറെ കല്യാണം കഴിക്കുക എന്താന്നുള്ളത് അവരുടെ ഇഷ്ടത്തിനുള്ളത് കാണിക്കാം. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് പെട്ടെന്ന് രാവിലെ ഇങ്ങനെ ഇറങ്ങി പോവുക എന്ന് പറയുമ്പോൾ അത് മാനക്കേടാണ് ശരിക്കും പറഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നില്ല ആ പെൺകുട്ടി പറഞ്ഞത് ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീസൺ ആണെന്ന്. സ്വന്തം ഭർത്താവിന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ് സ്വന്തമായിട്ടും ആ ഒരു കാര്യമാണോ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇപ്പം അതായത് എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരാളുമായിട്ട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞോളൂ നമ്മൾ നേരെ പോയിട്ട് എന്നെ പ്രേമിക്കാം അല്ലെങ്കിൽ എനിക്ക് പ്രേമിക്കാൻ പറ്റുന്ന ആരാ ഉള്ളതെന്ന് നമ്മൾ തപ്പിപ്പിടിച്ചിട്ട് അയാളെ പോയി പ്രേമിച്ച് നമ്മൾ അങ്ങ് ഇറങ്ങിപ്പോവോ? എനിക്കത് തോന്നുന്നില്ല. അത് ഒരു ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ആയിട്ടും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമുക്ക് ഭർത്താവിന് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടും വയ്യെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു മാന്യമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഡിവോഴ്സ് ചെയ്യുക, എന്നിട്ട് വേറെ റിലേഷൻഷിപ്പിൽ പോവോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇത് വേറെ ഒന്നുമല്ല, ജസ്റ്റ് പുള്ളിക്കാരിക്ക് ഒരാളോട് ഇഷ്ടം തോന്നി. അപ്പൊ പുള്ളിക്കാരനെ പഠിക്കാൻ വിടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പുള്ളിക്ക് ഈ ഹസ്ബൻഡിന് ഈ അഖിലിനെ കൊണ്ടുവരാനായിട്ടും ഉള്ള ബുദ്ധിമുട്ട് കാരണം ബസ്സിലായിരുന്നു പുള്ളിക്കാരി പോയിക്കൊണ്ടും വന്നുകൊണ്ട് വരുന്നത്. അപ്പൊ ബസ്സിലുള്ള ഒരു പുള്ളിയുമായിട്ടാണ്, അതായത് ബസ്സിലെ തന്നെ ഒരു ആളുടെ കൂടെയാണ് ഈ പെൺകുട്ടി പോയിരിക്കുന്നത്. അപ്പോൾ അറിയത്തില്ലേ, റിയൽ ലൈഫും ആൻഡ് റിയൽ ലൈഫ് ഈസ് വെരി ഡിഫറെന്റ് എന്നുള്ളത്. കാരണം ഇപ്പൊ നമുക്കതിങ്ങനെ പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പേളിമണിയുടെ കാര്യത്തിലാണെങ്കിലും ആഹാന കൃഷ്ണന്റെ കാര്യത്തിലാണെങ്കിലും എനിക്കറിയില്ല, യൂട്യൂബേഴ്സിന്റെ മൊത്തം ഫാമിലിയിൽ ഫുൾ ഇങ്ങനെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിയൽ ലൈഫിലും ഉള്ളത് വളരെ ഡിഫറെന്റ് ആണെന്നുള്ളത്. കാരണം അവരുടെ വീഡിയോസ് കാണുമ്പോഴാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ ഇടയ്ക്കാണ് പുള്ളിയുടെ സിനിമ ഇറങ്ങിയത്, അപ്പോഴാണെങ്കിൽ പോലും ഇവിടെ വനിത വിനീതയിൽ 2 പേരും കൂടെ വന്നിട്ടാണ് ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ കൊടുത്തത്. എന്തായാലും ഈ കുട്ടിയുടെ
എന്താ പറയാ ഒളിച്ചോടുന്ന ഒരു വീഡിയോ ഇപ്പം വന്നിട്ടുണ്ട്. അത് ഇവരുടെ തന്നെയാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടോണ്ടിരിക്കുന്നതാണ്. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവള് ഒളിച്ചോടുന്ന ഒരു വീഡിയോ ആണെന്നാണ് പറയുന്നത്. അറിയില്ല, കാരണം നൈറ്റ് ടൈമിൽ പൂവൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്, സാരി ഉടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഓടി പോകുന്നത് പോലെയാണ്, നമുക്കറിയില്ല. ഇതിപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില കമന്റുകൾ ഞാൻ കണ്ടു. ഇവർ പോകാനായിട്ടുള്ള കാരണം അഖിലിന്റെ ഒരു ക്യാരക്ടറിലും ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇവര് ചില കമന്റിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇടുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും നമുക്ക് അറിയത്തില്ല. കാരണം അഖിലിന്റെ ഭാഗത്തുനിന്നും ഇപ്പം ഇതുവരെ ഒരു എന്താ പറയാ റിപ്ലൈയും കാര്യങ്ങളും ഒന്നും വന്നിട്ടുണ്ടില്ല. പുള്ളിക്കാരിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടുപേരും അൺഫോളോ ചെയ്തിട്ടുമില്ല. അപ്പോൾ 2 ദിവസം മുന്നേ നടന്നൊരു സംഭവമാണ് ഇത്. 2 ദിവസം അപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിക്കുമ്പോഴും ഈ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനൊരു ബന്ധമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട, അഖിലിന്റെ കൂടെ പോകണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. സോ പിന്നെ ഇവരുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒരു ഇന്റർവ്യൂവിൽ അഖിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു സാധനം കൂടെ ഒന്ന് കണ്ടു നോക്കാം ഗൈസ്. നിങ്ങളുടെ ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് വീട്. ആ. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്ക് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയില്. ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടെന്ന്. അപ്പൊ 2 വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. ഞാൻ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞോട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. അപ്പോ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ, ആവാൻ പറ്റുന്നത്. അപ്പോ ഇവിടെ പുള്ളി പറയുന്നുണ്ട് ഇവരുടെ മാരേജും ഓൾറെഡി ലവ് മാരേജ് ആയിരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഇവരും സോഷ്യൽ മീഡിയ അടുത്താണ് വീടുകളെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെട്ടതെന്നും മെസ്സേജ് അയച്ച് സംസാരിച്ച് അങ്ങനെയാണ് ഇവര് റിലേഷൻഷിപ്പിൽ എത്തുന്നതും. അങ്ങനെ വീട്ടിൽ പറഞ്ഞൊക്കെ കല്യാണം കഴിഞ്ഞാണ്. അതുപോലെ തന്നെ കല്യാണത്തിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ആണെങ്കിലും നമ്മൾ കണ്ടതാണ്, ഫോർച്യൂണറാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നതൊക്കെ. ആ ഒരു റിലേഷൻഷിപ്പില് എനിക്ക് അറിയില്ല എത്രത്തോളം നമ്മൾ കാണുന്നത് ഒരു റിയൽ ലൈഫാണ്, പക്ഷെ റിയൽ ആയിട്ടുള്ള ലൈഫ് എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇതൊക്കെ കൊടുക്കുമ്പോഴും നമ്മൾ സാധാരണ ഒരു വ്യൂവർ എന്ന് പറയുമ്പം എപ്പോഴും നമ്മൾ നോക്കിക്കാണുമ്പോൾ തെറ്റെന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ്. ഇപ്പം നമുക്കറിയാം ഷഹല എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ഇപ്പോൾ എന്താ പറയാ ഒരാളുടെ കൂടെ ഇറങ്ങി പോവുകയും അതുപോലെ തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരികയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഫെയിൽഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം സ്വന്തം ഭർത്താവിന് വേണ്ട എന്നുള്ള രീതിയിലും ആത്മഹത്യയുടെ ഒരു വക്കിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത് പോലെ. അപ്പൊ അതുപോലൊക്കെയാണ് എനിക്കും ഈ ഒരു ഇത് കണ്ടിട്ട് ആസ് എ വ്യൂവർ എന്ന നിലയിൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവരുടെ റിയൽ ആയിട്ടുള്ള ലൈഫ് എന്താണെന്നോ എനിക്ക് അറിയത്തില്ല. പിന്നെ ഇവരുടെ ഒരു മാരേജിനാണെങ്കിലും ഒരുപാട് ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനൊക്കെ ആണെങ്കിലും. കാരണം ഇവർ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിച്ചാണ്. അത് കഴിഞ്ഞ് എൻഗേജ്മെന്റ് കഴിഞ്ഞ് കുറെ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഒരു മാരേജ് കഴിഞ്ഞ് എനിക്കറിയില്ല. കാരണം ബിക്കോസ് ഞാൻ കല്യാണം കഴിച്ച് 7 വർഷം പ്രണയിച്ച് അങ്ങനെ കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രേമത്തിനേക്കാളും കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ള ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പ്രേമിച്ച് കെട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങളെങ്കിലും ആ ഒരു നമ്മൾ കെട്ടാൻ പോകുന്ന ഒരാളെ കുറിച്ച് നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയായിരിക്കും. മുഴുവനായിട്ടും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ
എനിക്ക് അറിയില്ല, എത്രത്തോളം നമുക്ക് അറിയത്തില്ല ഇതിന്റെ സത്യം എന്താണ്. കാരണം ഈ രണ്ട് കൂട്ടരും ഇതുവരെയും വന്ന് റെസ്പോണ്ടും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പോൾ നെയ്ബറിന്റെ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടിയിട്ടുള്ളത്. അവരാണെങ്കിലും ഭയങ്കര നല്ല രീതിയിൽ തന്നെയാണ് പറയുന്നത്. കാരണം മെർച്ചന്റ് നേവിയിൽ ജോലി ഉണ്ടായിരുന്ന ഒരാള് ഈ അഭിനയത്തോടുള്ള പാഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നാട്ടിൽ തന്നെ സെറ്റിൽ ആകുകയും പിന്നെ ഇത്രയും അധികം സിനിമയിൽ അഭിനയിക്കുകയും ആൻഡ് ഓൾസോ ഇപ്പൊ നമ്മൾ കണ്ടതാണ് ആ സിനിമയുടെ ഒക്കെ പ്രൊമോഷൻ ആണെങ്കിലും സ്വന്തം ഭാര്യ എപ്പോഴും കൂടെ നിൽക്കുക. അപ്പം ആ പുള്ളിയുടെ ഒരു ട്രാൻസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് ഇങ്ങനെ ജോലി കളഞ്ഞ് ഇതിലേക്ക് വരുമ്പോഴാണെങ്കിലും ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം ഭാര്യ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് റീലിലും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ ഇതിന്റെ സത്യം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവുകയും പിന്നെ വെളുപ്പിനെ 4 മണിയായപ്പോഴാണ് ഇങ്ങനെ ഇറങ്ങിപ്പോയതെന്നൊക്കെ. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കണ്ടുവരുന്ന കർമ്മ എന്ന് പറയുന്ന സാധനം കിട്ടും എന്നുള്ള ഒരു ഇതിലുണ്ട്. അപ്പോൾ എനിക്ക് അറിയത്തില്ല, ചില പെൺകുട്ടികളൊക്കെ ഇങ്ങനെ വളരെ ബുദ്ധിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുകയാണ്. ലൈക്ക് ഇങ്ങനെ ഓടിപ്പോന്നു, അന്നേരത്തെ ഒരു സുഖത്തിന് വേണ്ടി പോകുന്നു, പക്ഷെ പിന്നീട് അവരുടെ ലൈഫ് എന്താകുമെന്നോ അല്ലെങ്കിൽ എന്താകുന്നൊക്കെ ചിന്തിക്കുന്നില്ല. കാരണം എന്തിനാണ് ഒരാളെ വിഷമിപ്പിച്ചിട്ട് ഇങ്ങനെ ലൈഫിൽ നിന്ന് പോയി അയാളെ നാണം കെടുത്തി? മേ ബി അവരൊരു മോട്ടീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഇത്രയും ഫെയിം ആയിട്ടുള്ള ഒരു ആളൊക്കെയാണ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിനെ ഒന്ന് നാണം കെടുത്താം, അയാളുടെ ഭാര്യ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെ അല്ലേ. മേ ബി അതായിരിക്കും പുള്ളിക്കാരി ചിലപ്പോൾ ഇദ്ദേഹത്തോട് ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എന്താ പറയാ നാണം കെടുത്താന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം. മേ ബി പലരും അങ്ങനെ ചിന്തിക്കാറുണ്ട്, മേ ബി അതായിരിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. പക്ഷെ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരാളുടെ കൂടെ ഒളിച്ചോടി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ റീസൺ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് 2 കൂട്ടരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് എനിക്ക് ഈ കാമുവിന്റെ കൂടെ പോകണം എന്നുള്ളതാണ്. ഈ അഖിലിന് വേറെ കുറെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതൊരിക്കലും നമുക്കൊരു റീസൺ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഈ ലോകത്ത് പല ആൾക്കാരുടെ ആഫ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒക്കെ വരാം. പക്ഷേ അതൊരു റീസൺ ആക്കി അദ്ദേഹം അല്ലെങ്കിൽ അയാൾ ഒരാളുടെ കൂടെ പോകണമെന്നാണ് ഞാനും പോയേക്കാം എന്ന് പറഞ്ഞ് അത് എനിക്കറിയത്തില്ല എത്രത്തോളം. അതുപോലെ തന്നെ ഇന്ന് കണ്ട ഒരുത്തന്റെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പോകാൻ പറ്റത്തില്ല. കുറച്ചുനാൾ എന്തെങ്കിലും ബന്ധമൊക്കെ കാണും, അങ്ങനെയായിരിക്കാം മേ ബി പോയത്. അപ്പൊ ആ ഒരു റീസൺ ഒരിക്കലും ഈ ഒളിച്ചോട്ടത്തിന്റെ റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മേ ബി നാണം കെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും മേ ബി ഇങ്ങനെ പോയത്. എന്തായാലും നമുക്ക് അറിയത്തില്ല. 2 പേരുടെ ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോവും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. 2 പേരുടെയും കാര്യത്തൊന്നും റെസ്പോൺസും കിട്ടിയിട്ടില്ല. അപ്പൊ മേ ബി നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ വോയിസ് ക്ലിപ്പ്, അതുപോലെ തന്നെ എന്താ പറയാ ഇങ്ങനെ ഒളിച്ചോടുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരന്നു നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അറിയാം, അവരാരെങ്കിലും റെസ്പോണ്ട് ചെയ്താലും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഓടി വരാം ഗൈസ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അതിനു മുന്നേ ഞാൻ പോകുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, നിനക്ക് അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയാം നിങ്ങളുടെ കൂടെ എനിക്ക് താല്പര്യമില്ല താമസിക്കാൻ. ഹസ്ബൻഡിനോടാണെങ്കിലും വൈഫിനോടാണെങ്കിലും പറയാം എനിക്ക് താല്പര്യമില്ല, നമുക്ക് സെപ്പറേറ്റ് ആവാം എന്ന് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്തിട്ട് അവനവൻ്റെ കല്യാണം കഴിക്കുമോ അല്ലെങ്കിൽ അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ദാറ്റ്സ് ഗുഡ് എന്ന് പറയുന്നത്. ഇപ്പം അഖിലിന്റെ ഭാഗത്ത് തെറ്റാണെങ്കിലും അല്ലെങ്കിൽ ഭാഗത്ത് ഒന്നുള്ള തെറ്റാണെങ്കിൽ പോലും ആ പെൺകുട്ടിക്കല്ല എല്ലാവർക്കും തന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, അതായത് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്യാമല്ലോ, പിന്നെന്തിനാണ് ആ ഒരു സംഭവം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഈ ഒരു ആളുടെ ഭാര്യ എന്നുള്ളൊരു ലേബല് നമുക്ക് മാറ്റാം. മേ ബി എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു വ്യക്തിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ഡിവോഴ്സ് പോലും ചോദിക്കാതെ അല്ലെങ്കിൽ ഒന്നും പറയാതെ ഇങ്ങനെ ഇറങ്ങിപ്പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഐ ഡോണ്ട് നോ. നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ അതുവരെയും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ദയവായിട്ട് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.